ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് 1ൽ ഉത്തോലകങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ലഘുയന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉത്തോലകങ്ങൾ കംപ്ലീറ്റ് ആയി. ഇന്ന് നമുക്ക് കപ്പിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ മറ്റൊരു ലഘുയന്ത്രമാണ് കപ്പി. കപ്പി രണ്ട് ടൈപ്പ് ഉണ്ട്. ഉറപ്പിച്ച കപ്പിയും ഉണ്ട്, ചലിക്കുന്ന കപ്പിയും ഉണ്ട്. ഉറപ്പിച്ച കപ്പിയും ചലിക്കുന്ന കപ്പിയും. ഉറപ്പിച്ച കപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റിൽ ആ കപ്പി ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. ചലിക്കുന്ന കപ്പി മറ്റൊരു ടൈപ്പ് കപ്പിയാണ്. അപ്പോൾ നോക്കാം, ആദ്യം ഉറപ്പിച്ച കപ്പിയെക്കുറിച്ച് നോക്കാം. കണ്ട, ഒരു ഫിക്സഡ് പോയിന്റിൽ നമ്മൾ സാധാരണയായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പി ഒരു ഫിക്സഡ് പോയിന്റിൽ അതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ലോഡ് എന്താണ്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, രോധം, പിന്നെ എഫേർട്ട്, യത്നം, ധാരം, അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ കപ്പി നോക്കുക, ഇതിൻ്റെ ഫൽക്രം കണ്ടോ, ഇതിൻ്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം, ആ ഒരു ഫിക്സഡ് പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ലഘുയന്ത്രം പ്രവർത്തിക്കുന്നത്. അതാണ് ഇവിടുത്തെ ധാരം അല്ലെങ്കിൽ ഫൽക്രം. ഇനി നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, അതാണ് എന്ത്? യത്നം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇത് എഫേർട്ട്. അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരവും അതുപോലെ ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരവും ഇവിടെ എന്താണ്? തുല്യമാണ്. അതുപോലെ തന്നെ യത്നഭുജം ഈക്വൽ ടു രോധഭുജവുമാണ്. നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം. യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്ന കപ്പികളാണ് ഉറപ്പിച്ച കപ്പികൾ. ഉറപ്പിച്ച കപ്പികൾ എന്നത് യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ചുതണ്ടിനെ ആധാരമായി കറങ്ങുന്ന കപ്പിയാണ് ഉറപ്പിച്ച കപ്പികൾ. ഉറപ്പിച്ച കപ്പിയെ മധ്യത്തിലുള്ള ധാരത്തെ ആധാരമാക്കി തിരിയുന്ന അനേകം ചെറു കമ്പികളായി സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ചെറു കമ്പികളിൽ രോധം അനുഭവപ്പെടുന്ന സ്ഥാനം L എന്നും ലോഡ് പ്രയോഗിക്കുന്ന സ്ഥാനം എഫേർട്ട് E എന്നും അടയാളപ്പെടുത്തി. അതാണ് നമ്മൾ കണ്ടത്. ലോഡ് കണ്ടു, എഫേർട്ട് കണ്ടു, അതുപോലെ ഫിക്സഡ് പോയിന്റ് ആയിട്ടുള്ള ഫൽക്രവും കണ്ടു. ഓക്കെ. ഇനി ഉറപ്പിച്ച കമ്പി ഒന്നാം വർഗ ഉത്തോലകത്തിന് സമാനമാണ്. നോക്കിക്കോളൂ, ഇവിടെ ഏതാ സെന്ററിൽ വന്നിരിക്കുന്നത്? ഒന്നാം വർഗ ഉത്തോലകമാണെങ്കിൽ ഫൽക്രം സെന്ററിൽ വരും അല്ലേ. ഫൽക്രമാണ് ഇവിടെ സെന്ററിൽ വന്നിരിക്കുന്നത്. ഇതെന്താണ്? ഒന്നാം വർഗ ഉത്തോലകമാണ്. നമ്മൾ ഫ്രീ എന്നൊരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രീ എന്ന കോഡിൽ ഫൽക്രമാണ് സെന്ററിൽ വരുന്നെങ്കിൽ ഒന്നാം വർഗ ഉത്തോലകം, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡാണ് സെന്ററിൽ വരുന്നെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം, ഈ എഫേർട്ടാണ് സെന്ററിൽ വരുന്നെങ്കിൽ അത് മൂന്നാം വർഗ ഉത്തോലകം. ഞാൻ പറഞ്ഞ ക്ലാസ് കണ്ടല്ലോ അല്ലേ. ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന ആ ഒരു ലെസൺ കാണണം. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഉറപ്പിച്ച കപ്പി ഒന്നാം വർഗ ഉത്തോലകത്തിന് സമാനമാണ്. മാറിപ്പോവരുത്. ഉറപ്പിച്ച കപ്പിയുണ്ട്, അല്ലാതെ മറ്റൊരു കപ്പി കൂടി ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ചലിക്കുന്ന കപ്പി. അപ്പോൾ ഈ ഉറപ്പിച്ച കപ്പി എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ എക്സാമ്പിളാണ്. ചലിക്കുന്ന കപ്പിയുടെ കാര്യം നമുക്ക് അത് പഠിക്കുമ്പോൾ പറയാം. ഇത് ഓർത്ത് വയ്ക്കുക. ഉറപ്പിച്ച കപ്പി ഒന്നാം വർഗ ഉത്തോലകത്തിന് സമാനമാണ്. ഇതിൽ യത്നവും രോധവും അതുപോലെ തന്നെ രോധഭുജവും യത്നഭുജവും ഒക്കെ എന്താണ്? കപ്പിയുടെ ആരങ്ങൾ തന്നെയാണ്. രോധഭുജവും യത്നഭുജവും കപ്പിയുടെ ആരങ്ങൾ തന്നെയാണ്. അതുപോലെ രോധവും യത്നവും ഒക്കെ ഇവിടെ എന്താണ്? സെയിമുമാണ് അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു, ശ്രദ്ധിക്കുക, ഈ ഒരു പിക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഫൽക്രം എന്ന ഫിക്സഡ് പോയിന്റ്, ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരവും അതാണ് എന്ത്? യത്നഭുജം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം അതാണ് രോധഭുജം. അത് രണ്ടും എന്താണ്? ഈ കപ്പിയുടെ ആരങ്ങളായിട്ട് നമുക്ക് പറയാം അല്ലേ. ആരങ്ങളായിട്ട് പറയാം. അതുപോലെ ലോഡും എഫേർട്ടും ഇവിടെ എന്ത് തന്നെയാണ്? തുല്യമാണ്. പിന്നെ ഫൽക്രമാണ് സെന്ററിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ഒന്നാം വർഗ ഉത്തോലകമായിട്ട് നമുക്ക് പരിഗണിക്കാം. എങ്കിൽ കപ്പിയിൽ രോധഭുജവും യത്നഭുജവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എന്താണ്? രോധഭുജവും യത്നഭുജവും തുല്യമാണ്. നമ്മളതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. രോധഭുജവും യത്നഭുജവും തുല്യമാണ്. അടുത്തത്, ഘർഷണം പരിഗണിക്കാതെ ഉറപ്പിച്ച കപ്പി ഉപയോഗിക്കുമ്പോൾ എന്താണ്? രോധവും യത്നവും തുല്യമാണ്. രോധവും യത്നവും തുല്യമാണ്. ഉറപ്പിച്ച കമ്പിയുടെ യാന്ത്രിക ലാഭം എത്രയായിരിക്കും? രോധവും യത്നവും തുല്യമാണെങ്കിൽ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എന്താണ്? 1 ഓക്കെ അല്ലേ. ഓക്കെ. രോധം ബൈ യത്നമാണ്. രോധം ബൈ യത്നം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രോധവും യത്നവും തുല്യമാണെങ്കിൽ രോധം ബൈ യത്നമാണ് എന്ത്? യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. അത് 1 നമുക്ക് കിട്ടും. ഇനി ഘർഷണം കുറഞ്ഞ ഉറപ്പിച്ച കമ്പി ഉപയോഗിച്ച് വസ്തുക്കൾ ഉയർത്തുന്നത് കൊണ്ടുള്ള മേന്മ എന്താണ്?
ഇവിടെ നമുക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ദിശ മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ബലം കൊടുക്കുന്നത് എങ്ങനെയാണ്? വെള്ളം കോരുമ്പോൾ നമ്മൾ താഴേക്കാണ് ബലം കൊടുക്കുക അല്ലേ? ഒരു കപ്പി വെച്ച് നമ്മൾ വെള്ളം വലിച്ചു കയറ്റുമ്പോൾ ബലം താഴേക്കാണ് കൊടുക്കുക. ദിശ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഉറപ്പിച്ച കമ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഉറപ്പിച്ച കമ്പിയെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഉറപ്പിച്ച കമ്പി എന്ന് പറയുമ്പോൾ ഫൽക്രം സെൻറ്ററിലാണ്. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതുപോലെ അവിടെ കൊടുക്കുന്ന ലോഡും അതുപോലെ യത്നവും സെയിമാണ്. രോധവും യത്നവും സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് യാന്ത്രിക ലാഭം 1 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. രോധഭുജവും യത്നഭുജവും തുല്യമാണ്. പിന്നെ ഇവിടെ നമുക്ക് രോധഭുജവും യത്നഭുജവും തുല്യമായതുകൊണ്ട് തന്നെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് 1 ആയിരിക്കും. പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ദിശ മാറ്റാനായിട്ട് നമുക്ക് ഉറപ്പിച്ച കപ്പി ഉപയോഗിക്കാം. ഇനി അടുത്തത് ചലിക്കുന്ന കപ്പി, മൂവബിൾ പുള്ളിയെക്കുറിച്ചാണ് നോക്കുന്നത്. മൂവബിൾ പുള്ളി ചിത്രം നോക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഉറപ്പിച്ച കപ്പി എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ മൂവബിൾ കപ്പി എന്ന് പറയുമ്പോൾ എന്താ? ചലിക്കുന്ന കപ്പിയിൽ യത്നം പ്രയോഗിക്കുമ്പോൾ മറുവശത്തുള്ള കയറിൽ കൂടി കപ്പി കറങ്ങിക്കൊണ്ട് കപ്പിയും ഭാരവും മുകളിലേക്ക് കയറും. കപ്പിയോടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയല്ല, കണ്ടോ? അതിൻ്റെ അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും മാറ്റമുണ്ട്. സാധാരണ ഒരു കപ്പി നമ്മൾ വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം വലിച്ച് മുകളിലേക്ക് കയറ്റുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ടാണ് അല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. ചലിക്കുന്ന കപ്പിയിൽ യത്നം പ്രയോഗിക്കുമ്പോൾ മറുവശത്തുള്ള കയറിൽ കൂടി കപ്പി കറങ്ങിക്കൊണ്ട് കപ്പിയും ഭാരവും മുകളിലോട്ട് ഉയരും. ആ ഒരു സെറ്റപ്പാണ് ചലിക്കുന്ന പുള്ളി അല്ലെങ്കിൽ മൂവബിൾ പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. കപ്പിയുടെ ഒരഗ്രത്തിൽ യത്നവും രണ്ടാം അഗ്രത്തിൽ ധാരവും മധ്യത്തിൽ രോധം വരുമ്പോൾ, ഇത്രയും ആലോചിച്ചാൽ മതി. കോഡ് ആലോചിക്കാം. FRE, മധ്യത്തിൽ രോധം വരുമ്പോൾ, അല്ലെങ്കിൽ രോധം എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് വരുമ്പോൾ അത് ഏതാണ്? രണ്ടാം വർഗ ഉത്തോലകമാണ്. അപ്പോൾ മൂവബിൾ പുള്ളി രണ്ടാം വർഗ ഉത്തോലകമാണ്. അതുപോലെ ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. മൂവബിൾ പുള്ളി രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി ഈ ഒരു പിക്ചർ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ രോധഭുജം ഏതാണ്, യത്നഭുജം ഏതാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിക്സഡ് പുള്ളിയുടെ സെൻറ്ററിലായിരുന്നു ഫൽക്രം വരുന്നത്. ഇവിടെ ഫൽക്രം കണ്ടോ, ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡാണ് സെൻറ്ററിൽ വരുന്നത്. ഇത് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ഈ ഫൽക്രം മുതൽ ശ്രദ്ധിച്ചോളൂ. ഈ ഫൽക്രം മുതൽ ഈ എഫേർട്ട് വരെയുള്ള ഈ ഒരു ദൂരം, ഇതാണ് എന്ത്? യത്നഭുജം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫൽക്രം മുതൽ എഫേർട്ട് വരെയുള്ള ദൂരമാണ് യത്നഭുജം എന്ന് പറയുന്നത്. ഇനി ഫൽക്രം മുതൽ ഈ ഒരു ലോഡ് വരെയുള്ള ദൂരമാണ് ഇതിൻ്റെ ലോഡ് വരെയുള്ള ദൂരമാണ് രോധഭുജം എന്ന് പറയുന്നത്. രോധം വരെയുള്ള ദൂരം, ഫൽക്രം മുതൽ രോധം വരെയുള്ള ദൂരമാണ് രോധഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രോധഭുജം എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ആണല്ലോ. ഇതിൻ്റെ റേഡിയസ് ആണ് അല്ലേ? അതായത് ഈ ഒരു പുള്ളിയുടെ റേഡിയസ് ആണ് ഈ ഒരു രോധഭുജം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു യത്നഭുജം എന്താണ്? ഇവിടെ ഫുള്ളായിട്ടുണ്ട് അല്ലേ? ഈ F മുതൽ ഈ വരെയാണ്. അപ്പോൾ അതെന്താണ്? അത് 2R ആണ്. 2 റേഡിയസ് കൂട്ടുന്നതിന് തുല്യമല്ലേ? ക്ലിയർ ആയോ? അതിൻ്റെ ഡയമീറ്റർ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ രോധഭുജം റേഡിയസും യത്നഭുജം അതിൻ്റെ ആ ഒരു കപ്പിയുടെ ഡയമീറ്ററും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. രോധഭുജം കപ്പിയുടെ ആരമാണെങ്കിൽ യത്നഭുജം എന്ന് പറയുന്നത് കപ്പിയുടെ ഡയമീറ്റർ ആണ്. ക്ലിയർ ആയോ? ഇനി ചലിക്കുന്ന കപ്പിയുടെ യാന്ത്രിക ലാഭം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ യാന്ത്രിക ലാഭം കാണുന്നത് എങ്ങനെയാണ്? യത്നഭുജം ബൈ രോധഭുജമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ യത്നഭുജം കൂടുതലല്ലേ? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 2R ആണ് അല്ലേ? 2R, 2 റേഡിയസ് കൂടുന്നതല്ലേ ഡയമീറ്റർ? ഓക്കെ, അപ്പോൾ യത്നഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 2R ഡിവൈഡഡ് ബൈ രോധഭുജം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സ്മോൾ r ആണെന്ന് നമ്മൾ പറഞ്ഞു, റേഡിയസിന് തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ? റേഡിയസിന് തുല്യമാണ്. അപ്പോൾ ഈ 2R തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടുത്തെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും? 2 ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? യാന്ത്രിക ലാഭം, ചലിക്കുന്ന കപ്പിയുടെ യാന്ത്രിക ലാഭം 2. ചലിക്കുന്ന കപ്പിയുടെ യാന്ത്രിക ലാഭം എത്രയാണ്? 2 ആണ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയേ? കണ്ടല്ലോ, കപ്പിയുടെ വ്യാസം എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് 2R ആയി.
2R ഡിവൈഡഡ് ബൈ R, 2R തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് യാന്ത്രിക ലാഭം 2 എന്ന് കിട്ടും. ചലിക്കുന്ന ഒറ്റ കപ്പിക്ക് യാന്ത്രിക ലാഭം 2. ചലിക്കുന്ന ഒരു കപ്പിയാണെങ്കിൽ അവിടെ യാന്ത്രിക ലാഭം 2 ആണ്. അതിനാൽ രോധത്തിൻ്റെ എത്ര മടങ്ങായിരിക്കണം നാം പ്രയോഗിക്കുന്ന യത്നം? രോധത്തിൻ്റെ എത്ര മടങ്ങാണ് നാം പ്രയോഗിക്കുന്ന യത്നം എന്നാണ് ഇത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ യാന്ത്രിക ലാഭം 2 എന്നതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു 100 കിലോ ഭാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി? 50 കിലോ ഭാരം ഉയർത്തുന്നുള്ള യത്നം കൊടുത്താൽ മതി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. 100 കിലോഗ്രാം ഭാരം ഉയർത്തണമെങ്കിൽ അതിൻ്റെ പകുതി ഉയർത്തേണ്ട ആ ഒരു എഫേർട്ട് നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചലിക്കുന്ന കപ്പി ഉപയോഗിക്കുമ്പോൾ ഭാരത്തിൻ്റെ പകുതി ബലമാണ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വസ്തുവിനെ ഉയർത്താനായിട്ട് സാധിക്കും. ബലം കുറച്ച് മതി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബലം കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന യത്നം എന്ന് പറയുന്നത് ഹാഫായിട്ടുള്ള എഫേർട്ട്. ഇപ്പോൾ 100 കിലോ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ 50 കിലോ ഉയർത്താനുള്ള ഒരു ബലം എഫേർട്ട് നമ്മൾ കൊടുത്താൽ മതി, ഒരു യത്നം നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി യത്നം ഉപയോഗിച്ച് കയറിനെ 2 മീറ്റർ വലിക്കുന്നു. അപ്പോൾ രോധം എത്ര ഉയരും? 1 മീറ്റർ ഉയരുള്ളൂ അല്ലേ? ഇനി നമുക്ക് പ്രവൃത്തി കണ്ടുപിടിക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? പ്രയോഗിക്കുന്ന യത്നം പകുതിയാകുമ്പോൾ പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രവൃത്തി ഈക്വൽ ടു F ഇൻറ്റു എസ് എന്നുള്ളതാണ് അല്ലേ? ബലം ഇൻറ്റു സ്ഥാനാന്തരം. അപ്പോൾ രോധം 1 മീറ്റർ ഉയർത്താൻ യത്നം ഉപയോഗിച്ച് കയറിന് എത്ര സ്ഥാനാന്തരം ഉണ്ടാക്കേണ്ടി വന്നു? രോധം 1 മീറ്റർ ആണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ എന്താണ്? കയറിന് എത്ര സ്ഥാനാന്തരം ഉണ്ടാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ രോധം 1 മീറ്റർ ആണെങ്കിൽ കയറിന് 2 മീറ്റർ ആയിരിക്കും സ്ഥാനാന്തരം വേണ്ടി വരിക അല്ലേ? ഇവിടെ യത്നം പകുതിയായി കുറയുമ്പോൾ സ്ഥാനാന്തരം എന്താ ചെയ്തത്? ഇരട്ടിയായി. അതായത് W ഈക്വൽ ടു FS. അപ്പോൾ ഇതിൽ ഏതാണ് പകുതിയായി കുറഞ്ഞത്? യത്നം പകുതിയായി കുറഞ്ഞു, F/2 ആയി. അപ്പോൾ എന്താണ്? സ്ഥാനാന്തരം ഇരട്ടിയായി. എങ്കിൽ പ്രവൃത്തിയുടെ അളവിൽ മാറ്റം ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ 2 2ഉം ക്യാൻസലായി പോയി. പിന്നെയും പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? FS തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കിവിടെ 1-2 പ്രോബ്ലം ഉണ്ട്, അതോട് ചെയ്യുമ്പം ക്ലിയർ ആവും. ഒരു ചലിക്കുന്ന കപ്പി ഉപയോഗിച്ച് 600 ന്യൂട്ടൺ ഭാരം ഉയർത്താൻ 300 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ചലിക്കുന്ന കപ്പി ഉപയോഗിക്കുമ്പോൾ പകുതി ഒരു ഭാരമാണ്, അല്ലെ പകുതി ബലമാണ് നമ്മൾ കൊടുത്താൽ മതി അല്ലേ? പകുതി ബലം, ഒരു 600 ന്യൂട്ടൻ്റെ വെയിറ്റ് ഉയർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 300 ന്യൂട്ടൺ കൊടുത്താൽ മതി. അതാണ് ഈ ഒരു ചലിക്കുന്ന കപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചലിക്കുന്ന കപ്പി ഉപയോഗിച്ച് 600 ന്യൂട്ടൺ ഭാരം ഉയർത്താൻ 300 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് 8 മീറ്റർ നീളം കയറ് വലിച്ചപ്പോൾ ഭാരം 4 മീറ്ററായി ഉയരുന്നത് കണ്ടു. മനസ്സിലായോ? അതായത് ഇവിടെ ബലം നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ദൂരം അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം കൂടുതലായിട്ട് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ പ്രയോഗിക്കുന്ന യത്നത്തിൽ ലാഭമുണ്ടായെങ്കിലും പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. നോക്കുക, വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം 4 മീറ്ററാണ് ആദ്യത്തെ കേസിലെ ഭാരം എന്ന് പറയുന്നത് 600 ന്യൂട്ടനാണ്. അപ്പോൾ വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് F ഇൻറ്റു എസ് 600 ഇൻറ്റു 4 2400 ജൂൾ എന്ന് കിട്ടി. അതേസമയം 300 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് കയറിൻ്റെ നീളം കൂടുമല്ലോ. ആ സമയത്ത് ബലം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ദൂരം കൂടുതലാണ് വരുന്നത്, സ്ഥാനാന്തരം കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ 300 ഇൻറ്റു 8 ചെയ്യുമ്പോൾ വീണ്ടും എത്രയാണ് കിട്ടുന്നത്? 2400 ജൂൾ തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബലം കുറച്ചാൽ ദൂരം കൂടുമെന്നുള്ള പോയിന്റാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയും യത്നം ചെയ്യപ്പെട്ട പ്രവൃത്തിയും തുല്യമാണ്. വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയും യത്നം ചെയ്യുന്ന പ്രവൃത്തിയും എന്താണ്? തുല്യമാണ്. അതിനാൽ ചലിക്കുന്ന കപ്പി ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല. അതായത് ലഘു യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രവൃത്തിയിൽ നമുക്ക് എന്തുണ്ടാവില്ല? ലാഭം ഉണ്ടാവില്ല അല്ലേ? പ്രവൃത്തി ഈക്വൽ ടു FS എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ എന്താണ്? ബലം നമ്മളിവിടെ കുറയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം എന്നുള്ളത് കൂടും. അപ്പോൾ W ഈക്വൽ ടു FS. ഈ ബലം നമ്മൾ പകുതിയായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ സ്ഥാനാന്തരം ഇരട്ടിയായി മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായാലും വർക്ക് എന്നുള്ളത് എന്തായിരിക്കും? തുല്യമായിരിക്കും. വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയും യത്നം ചെയ്യപ്പെട്ട പ്രവൃത്തിയും എന്താണ്? തുല്യമാണ്. 2 കേസിൽ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 2400 ജൂളാണ്. വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയും യത്നം ചെയ്യുന്ന പ്രവൃത്തിയും തുല്യമാണ്. ബലം കുറച്ചാൽ എന്ത് ചെയ്യും? ദൂരം കൂടും. W ഈക്വൽ ടു FS എന്ന ഇക്വേഷൻ നോക്കുക. അതിൽ നമ്മൾ ഈ ഒരു ഫോഴ്സ് കുറവാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം കൂടുതലുമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിൽ ചെയ്താലും പ്രവൃത്തി സെയിം ആയിട്ട് തന്നെ വരും. വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയും യത്നം ചെയ്ത പ്രവൃത്തിയും തുല്യമാണ്. അതുകൊണ്ട് ചലിക്കുന്ന കപ്പി ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല എന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താ അവിടെ തന്നിരിക്കുന്നത്?
കപ്പികളുടെ ഒന്നാം വ്യൂഹം. കപ്പികളുടെ ഒന്നാം വ്യൂഹം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ചലിക്കുന്ന N കപ്പികൾ ഉപയോഗിച്ചാൽ യാന്ത്രിക ലാഭം കണ്ടെത്തുന്നത് എങ്ങനെ? ചലിക്കുന്ന N കപ്പികൾ ഒരു വ്യൂഹമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടുത്തെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് 2n ആയിരിക്കും. 2n. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? കപ്പികളുടെ എണ്ണമാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഒന്നാമത്തെ ചലിക്കുന്ന കപ്പിയുടെ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? കപ്പിയുടെ എണ്ണമാണ്. ഇനി ചലിക്കുന്ന 2 കപ്പികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യാന്ത്രിക ലാഭം 4 ആണ്, അല്ലെങ്കിൽ 2:2 ആണ്. ഇനി ചലിക്കുന്ന കപ്പികൾ 3 എണ്ണാണെങ്കിൽ 2:3 ആണ്. അപ്പോൾ 8 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. യാന്ത്രിക ലാഭം കാണാൻ വേണ്ടിയിട്ട് n ചലിക്കുന്ന കപ്പികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യാന്ത്രിക ലാഭം, ആ ഒരു വ്യൂഹത്തിൻ്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് 2:n ആണ് എന്നുള്ളത്. അപ്പോൾ കപ്പികളുടെ ഒന്നാം വ്യൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇനി കപ്പികളുടെ രണ്ടാം വ്യൂഹം. കപ്പികളുടെ രണ്ടാം വ്യൂഹത്തിലാണെങ്കിൽ എത്ര കപ്പികളാണോ ഉപയോഗിക്കുന്നത് അത്രയും കപ്പികളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും യാന്ത്രിക ലാഭം എന്ന് മനസ്സിലാക്കുക. രണ്ടാം വ്യൂഹം കപ്പികളിൽ 2 സെറ്റിലെയും കപ്പികളുടെ എണ്ണം തുല്യമാകണമെന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ആകെ കപ്പികളുടെ എണ്ണമാണ്, താങ്ങി നിർത്തിയ കയറിന്റെ തണ്ടുകളുടെ എണ്ണമാണ് യാന്ത്രിക ലാഭമായി കണക്കാക്കേണ്ടത്. ഈ കപ്പികളുടെ രണ്ടാം വ്യൂഹവുമായി ബന്ധപ്പെട്ട് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിട്ടുള്ള കപ്പികളുടെ എണ്ണം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാം വ്യൂഹം കപ്പികളിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നാം വ്യൂഹത്തിൽ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. രണ്ടാം വ്യൂഹത്തിൽ നോക്കുക, ഈ ഒരു രീതിയിലുമാണ്. അപ്പോൾ രണ്ടാം വ്യൂഹം കപ്പികളിൽ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എത്ര കപ്പികളാണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ കപ്പികളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കപ്പികളുടെ എണ്ണമാണ് അവിടുത്തെ യാന്ത്രിക ലാഭമായിട്ട് കണക്കാക്കേണ്ടത്. എന്താണ്? കപ്പികളുടെ എണ്ണമാണ് അവിടെ യാന്ത്രിക ലാഭമായിട്ട് കണക്കാക്കേണ്ടത്. വേറെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ അതാകെ കൺഫ്യൂഷനിലേക്ക് വരും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇതാണ്. ഒന്നാം വ്യൂഹം കപ്പികളാണെങ്കിൽ n കപ്പികൾ ഉപയോഗിച്ചാൽ യാന്ത്രിക ലാഭം 2:n ആണ്. രണ്ടാം വ്യൂഹത്തിലാണെങ്കിൽ നമ്പർ ഓഫ് കപ്പികൾ തന്നെയാണ്. 5 ആണെങ്കിൽ 5 ആയിരിക്കും അവിടുത്തെ യാന്ത്രിക ലാഭം, 6 ആണെങ്കിൽ 6 ആയിരിക്കും അവിടുത്തെ യാന്ത്രിക ലാഭം. അപ്പോൾ എത്ര കപ്പികളാണോ ഉപയോഗിക്കുന്നത് അതാണ് അവിടുത്തെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ചക്രവും അച്ചും, വീൽ ആൻഡ് ആക്സിലാണ്. വീൽ ആൻഡ് ആക്സിൽ നോക്കാം. കായലിൽ വീണുപോയ ട്രെയിൻ ബോഗികളെ ഉയർത്താൻ ആധുനിക യന്ത്രങ്ങൾ പോലും പരാജയപ്പെട്ടപ്പോൾ അച്ചും ചക്രവും ഉപയോഗിച്ച് ബോഗികൾ കരയിലെത്തിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംവിധാനങ്ങളിൽ ചക്രത്തിൽ ബലം പ്രയോഗിച്ചാണ് തിരിക്കുന്നത്. ചക്രത്തിലാണ് ബലം പ്രയോഗിക്കുന്നത്. ചക്രം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അച്ചും ഒരു പ്രാവശ്യം കറങ്ങും. അപ്പോൾ ഈ വീൽ ആൻഡ് ആക്സിലിൻ്റെ പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ? ഈ പിക്ചറിൽ ഇതാണ് ചക്രം. ഇവിടെ ചക്രമുണ്ട്, അതിനോടനുബന്ധമായിട്ടൊരു അച്ചുമുണ്ട്. ഇവിടെ നമ്മൾ ബലം കൊടുക്കുന്നത് ചക്രത്തിലാണ്. ഭാരം ഉയരുന്നത് ഇവിടെ വെച്ചിട്ടുള്ളൊരു ദണ്ട് പോലെ കാണുന്നുണ്ടല്ലോ, ഇതാണ് അച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അച്ചിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഭാരം ഉയരുന്നത്. അപ്പോൾ ബലം കൊടുക്കുന്നത് ചക്രത്തിലും ഭാരം ഉയരുന്നത് ഈ ഒരു ദണ്ടിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു അച്ചിലൂടെയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്? ചക്രം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രാവശ്യം കറങ്ങുന്നുണ്ട്. ഇനി ചക്രത്തിൻ്റെ ആരം ക്യാപിറ്റൽ ആറും അച്ചിൻ്റെ ആരം സ്മോൾ ആറും ആയാൽ ചക്രം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ചക്രത്തിൻ്റെ പരിധിയിലെ ഒരു ബിന്ദുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 2πr ആണ്. എന്താണ്? ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന യത്നം സഞ്ചരിക്കുന്നത് എന്താണ്? ഈ ഒരു ചക്രത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ്. അതാണ് 2πr എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന യത്നം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഈ ഒരു ചക്രത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ്. അതാണ് 2πr എന്ന് പറയുന്നത്. വലിയ ചക്രത്തിൻ്റെ ആരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ആർ, 2πr ആണ് ഇതിൻ്റെ ചുറ്റളവ്. ഓക്കെ, എങ്കിൽ അച്ചിൽ കെട്ടിയിരിക്കുന്ന കയറിൽ തൂങ്ങിക്കിടക്കുന്ന വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എത്രയായിരിക്കും? രോധം ഉയരുന്നത് ദണ്ടിൻ്റെ ചുറ്റളവിന് തുല്യമായിട്ടായിരിക്കും. അപ്പോൾ 2πr, സ്മോൾ ആർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ,
ദണ്ടിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു രോധം ഉയരുന്നത് ദണ്ടിൻ്റെ ചുറ്റളവിന് തുല്യമായിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇനി യത്നം പ്രയോഗിക്കുന്ന ബലം മൂലം ചക്രം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ, നമ്മൾ പറഞ്ഞു ബലം കൊടുക്കുന്നത് ചക്രത്തിലാണെന്ന് പറഞ്ഞു. നമ്മൾ ബലം എന്ന് പറയുമ്പോൾ എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എവിടെയാണ്? ചക്രത്തിലാണ്. അപ്പോൾ യത്നം പ്രയോഗിക്കുന്ന ബലം മൂലം ചക്രം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ചക്രത്തിലെ ഒരു ബിന്ദുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 2πr ആണ്. ചക്രത്തിനാണെങ്കിൽ ക്യാപിറ്റൽ ആർ ആണ് നമ്മൾ റേഡിയസ് പറഞ്ഞത്, 2πr ആണ്. ഇനി രോധത്തിലുണ്ടാവുന്ന സ്ഥാനമാറ്റമാണെങ്കിൽ അതും 2πr ആണ്, ആർ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ യത്നം അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും എന്താണ്? തുല്യമാണ്. യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും തുല്യമാണ്. 2πr = 2πr എന്ന് വരും. ഓക്കെ, അപ്പോൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ FS ആണ്. FS ഇവിടെ കൊടുക്കുന്ന പ്രവൃത്തി ഈക്വൽ ടു നോക്കിയേ, E × 2πr = effort × 2πr = load × 2πr. അപ്പോൾ എന്തായി? L/E. L/E എന്ന് പറയുന്നത്, L എന്ന് പറഞ്ഞാൽ എന്താ? രോധം. രോധം ബൈ യത്നം = R/R എന്ന് വരും അല്ലേ? 2πയും 2πയും തമ്മിൽ ക്യാൻസലായി പോവും. പിന്നെ വരുന്നത് എന്താണ്? ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആണ്. അപ്പോൾ ചക്രത്തിൻ്റെ ആരം കൂടുതൽ ക്യാപിറ്റൽ ആർ, ആക്സിലിൻ്റെ ആരം കുറവുമായതിനാൽ യാന്ത്രിക ലാഭം എന്തായിരിക്കും? ഒന്നിൽ കൂടുതലായിരിക്കും യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചക്രത്തിൻ്റെ ആരം കൂടുന്നതിനനുസരിച്ച് യാന്ത്രിക ലാഭം വർദ്ധിക്കും. ക്ലിയർ അല്ലേ? ചക്രത്തിൻ്റെ ആരം കൂടുകയാണെങ്കിൽ ക്യാപിറ്റൽ R/സ്മോൾ ആർ എന്നാണ്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ആർ കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ യാന്ത്രിക ലാഭം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നീളമുള്ള ഉത്തോലകങ്ങൾ ഉപയോഗിച്ച് ചക്രം തിരിച്ചാണ് ട്രെയിൻ ബോഗികളെ സാവധാനം വലിച്ച് കയറ്റിയത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നീളമുള്ള ഉത്തോലകങ്ങൾ ഉപയോഗിച്ച് ചക്രം തിരിച്ചാണ് ട്രെയിൻ ബോഗികളെ സാവധാനം വലിച്ചു കയറ്റിയതെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ എന്താണെന്നുള്ളത്? ചക്രത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ യാന്ത്രിക ലാഭം കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഈ വലിയ പിടിയുള്ള ഉത്തോലകങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ എന്താണ്? കുറച്ച് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ ബലം കൊടുത്തുകൊണ്ട് വലിയ ഭാരം ഉയർത്താൻ പറ്റും. അങ്ങനെയാണ് ഈ ട്രെയിൻ ബോഗികളെയൊക്കെ വലിച്ചു കയറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ വലിയ ചക്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്യാപിറ്റൽ ആർ കൂടിക്കൊണ്ടേയിരിക്കും, യാന്ത്രിക ലാഭം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തോലകങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, നീളമുള്ള ഉത്തോലകങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ചെറിയ ബലം കൊടുത്തിട്ട് നമുക്ക് വലിയ ഭാരം ഉയർത്താനായിട്ട് സാധിക്കും. ട്രെയിൻ ബോഗികളെയൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഫിക്സഡ് പുള്ളിയെക്കുറിച്ച് പഠിച്ചു, മൂവബിൾ പുള്ളിയെക്കുറിച്ച് പഠിച്ചു, പിന്നെ വീൽ ആൻഡ് ആക്സലിൻ്റെ കാര്യങ്ങളും പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഗിയറിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും വിട്ടുപോവുകയും വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. താങ്ക്